പുത്തൂർ മിഷൻ ഹോസ്പിറ്റലിന്റെ ഒന്നാം വാർഷികം പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വൈദ്യ പരിശോധനയും ഫൈഡസ് ഐ കെയറിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പും നടത്തി. സമൂഹത്തിലെ എല്ലാത്തരം ജനങ്ങൾക്കും സേവനം കിട്ടുന്ന രീതിയിലാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നടന്നുവരുന്നത് എന്നും കൂടുതൽ ജനകീയമായ പ്രവർത്തനം നടത്തി വരണമെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, മെമ്പർ ബിന്ദു സേതുമാധവൻ, മാനേജിംഗ് ഡയറക്ടർ അസീസ് താണിപ്പാടം, ഡോക്ടർ അനീഷ്യ ദാസ് ചെയർപേഴ്സൺ, ഡിഫിൻ കെ ഷാജു CO, ഡോക്ടർ സീതാലക്ഷ്മി അഡ്മിനിസ്ട്രേഷൻ മാനേജർ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ സൗകര്യം വന്നതോടുകൂടി ജനങ്ങൾക്ക് സൗകര്യമായിട്ടുണ്ട്. മാത്രമല്ല ഏത് സമയത്തും ഏത് സേവനത്തിനും ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളായാലും അതിനെ സൗമ്യതയോടു കൂടി തന്നെയാണ് പെരുമാറ്റാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ താല്പര്യമുണ്ട്. ഇനി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയുടെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് അവിടെ മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ പുത്തൂർ മിഷൻ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം സാമൂഹികമായിട്ട് ആളുകളിലേക്ക് ഏറ്റവും ചെറിയ തരത്തിലുള്ള പ്രവർത്തനമാണ് താല്പര്യപ്പെടുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഉയർച്ച മുന്നോട്ട് തന്നെ ആയിരിക്കും. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഒന്നാം വാർഷികത്തിലേക്ക് പുത്തൂർ മിഷൻ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നിരിക്കുന്നത്. ഉദ്ഘാടനം ക്യാമ്പ് മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചതുപോലെ, പുത്തൂർ മിഷൻ ഹോസ്പിറ്റൽ പുത്തൂരിൻ്റെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചാരിതാർത്ഥ്യമാണ്. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ വീടുകളിലേക്ക് പോലും ആതുര സേവനം കൊണ്ടുചെന്നെത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് വിപ്ലവകരമായൊരു മാറ്റമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വീടുകളിൽ ചെന്ന് രോഗികളെ പരിശോധിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന ഒരു കാലത്താണ് പുത്തൂർ മിഷൻ ഹോസ്പിറ്റലിൽ കിഴക്കൻ മലയോര ഗ്രാമമായ പുത്തൂരിലേക്ക് പതിറ്റാണ്ടുകളുടെ ആതുര സേവന രംഗത്തെ പരിചയ സമ്പത്തുമായി കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്ന പുത്തൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനം 100% ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം ഉളവാക്കുന്ന വസ്തുതയാണ്. അതോടൊപ്പം തന്നെ രോഗം കൊണ്ട് ചെറിയ ചെറിയ കത്തീഡ്രൽ ചേഞ്ച് പോലെ ഫോളിസ് കത്തീഡ്രൽ ഒന്ന് മാറ്റിയിടുന്നതിനൊക്കെ ആംബുലൻസിൽ 2-3 ആളുകളുടെ സഹായത്തോടു കൂടി രോഗിക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് പകരം ഡോക്ടറും നഴ്സും ആ പ്രസ്തുത രോഗിയുടെ വീട്ടിലെത്തിയിട്ട് ആതുര സേവനം കൊടുക്കുന്ന ഒരു ചികിത്സാ സംവിധാനം നമ്മുടെ സമൂഹത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പുത്തൂർ മിഷൻ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ അത് താരതമ്യേന ഒരു ജനകീയമായി എല്ലാ ആശുപത്രികളും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ആതുര സേവന മേഖലയിൽ ഒരു നാഴികക്കല്ലാവാൻ, മാതൃകയാവാൻ പുത്തൂർ മിഷൻ ഹോസ്പിറ്റലിന് സാധിച്ചിട്ടുണ്ട്. പുത്തൂരിലെ പൊതുസമൂഹം ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ സേവനങ്ങളും ഏറ്റെടുക്കണം, ഈ സ്ഥാപനത്തിനെ നിലനിർത്താൻ ഒപ്പം നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.